ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലതിക ടീച്ചേഴ്സ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറിയാണ്. ഈ അപ്പത്തിനും ചോറിനും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് താണ്ട ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കൻ എന്ന് വെച്ചാൽ കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കിയപ്പോൾ 1 കിലോ ഉണ്ട്. അതിനകത്തിന് ഫസ്റ്റ് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഈ കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് ഇതൊന്ന് പുരട്ടി വെക്കണം. ഈ ഒരു അരമണിക്കൂർ നേരമൊക്കെ ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാതാണ് നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യണം. പക്ഷെ വറുത്തൊക്കെ എടുക്കും, ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതെല്ലാം നല്ലോണം പുരണ്ട്. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമ്മുടെ പാൻ ചൂടായി, നമുക്കിനിയിപ്പോൾ ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിന് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചിക്കൻ നമ്മളിതിലേക്ക് വെക്കുക. ഒരു മിനിറ്റ്, 1-2 മിനിറ്റായിപ്പോൾ നമ്മളൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനൊന്ന് മൊത്തം ഇളക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇത്ര മതി, ഇത്ര മതി, ഇത്രയും മൂത്താൽ മതി. ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതോടെ ഒന്ന് വറുത്തെടുക്കുക, എന്നിട്ട് വേണം കറി ഉണ്ടാക്കാൻ. ചിക്കനെല്ലാം വറുത്ത് കോരി ഇനി അതേ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 15 വെളുത്തുള്ളിയാണ് എടുത്തത്. 15 വെളുത്തുള്ളി അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക്. ഇതിൽ നല്ലോണം ഒന്ന് മൂത്ത് വരണം. ഇതിനകത്ത് ഈ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. നമ്മൾ 1 കിലോ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 കിലോ ചിക്കനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നുണ്ട് 3 സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കും. ചിക്കനത് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കുമ്പോൾ എളുപ്പമൊന്ന് വേവും, നല്ലോണം വഴണ്ടി വരും. ഒന്ന് അടച്ച് വെക്കാൻ വന്ന് ഇപ്പോൾ ഒരു 7 മിനിറ്റായി. 7 മിനിറ്റ് എടുത്ത് ഇത്രയും നന്നായിട്ട് വരാം. ഇനി നമുക്ക് മസാല ചേർക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇപ്പം ഫ്ലെയിം ഓണാക്കി. ഇനി മസാല ഒന്ന് മൂക്കട്ടെ, അതിൻ്റെ ആ പച്ച സ്മെല്ലൊന്ന് മാറണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ റോ സ്മെല്ലങ്ങ് മാറും. ഇപ്പോൾ ഫ്ലെയിം ഞാൻ ഇച്ചിരി കൂട്ടി കേട്ടോ. കാരണം ഇതിനുണ്ട് തക്കാളി ഇടാൻ പോകും. 2 തക്കാളിയാണ് കേട്ടോ.
ഇച്ചിരി വലിയ സൈസ് 2 തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വേവും. തീ കുറച്ചിട്ട് ഫ്ലെയിം ഇച്ചിരി കുറച്ച് കേട്ടോ അടച്ച് വയ്ക്കും. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാൻ കണ്ടോ, ഉള്ളി തക്കാളി എല്ലാം നല്ല പേസ്റ്റ് പോലായി അവിടെ വെന്ത്. ഇനി നമുക്ക് ആ ചിക്കൻ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ആ വറുത്ത് വെച്ച ചിക്കൻ, അത് ഇതിലേക്ക് ഇടണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. നല്ലോണം തിളപ്പിച്ച് വെള്ളമാണ്. എൻ്റെ ഞാൻ ചേർക്കുന്ന 2.5 കപ്പ് വെള്ളം ചേർത്ത് 2.5 കപ്പ്. കാരണം ഇച്ചിരി കുറച്ച് ഗ്രേവിയും കൂടെ വേണം. ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേകട്ടെ. ഫ്ലെയിമൊക്കെ ഇച്ചിരി കൂട്ടി വെച്ചേക്കുക. നല്ലോണം വേകട്ടെ, അടച്ച് വയ്ക്കുക. ഇപ്പം 10 മിനിറ്റായി. ഇപ്പം കുറച്ചുകൂടെ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് പറ്റാനുണ്ട്. നമ്മളിത് ഇച്ചിരി തിക്ക് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഒരുപാട് ലൂസായിട്ടുള്ളതല്ല. നമ്മളൊന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കട്ടെ ഒരു 10 മിനിറ്റ് നേരം കൂടെ. അന്നേരം നല്ല സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം 15 മിനിറ്റായി, മൊത്തം 15 മിനിറ്റായി. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകും. 3 ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറിന് 3 ടേബിൾ സ്പൂൺ വെള്ളം, ചെറിയ ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്തത്. തേങ്ങാപ്പാൽ, നിങ്ങളുടെ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഇച്ചിരി ചേർക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കറിയുടെ ടെക്സ്ചർ തന്നെ മാറും, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ കൂടുതൽ എരിവൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒത്തിരി തിളപ്പിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. അത് തിളച്ച വെള്ളം തന്നെ ആയിരുന്നു, തണുപ്പിച്ച വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയിലയും കൂടെ. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചാൽ നല്ല സൂപ്പർ കറി റെഡിയായി. കണ്ടോ, ഇതാണ്ടേ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കും. റൊട്ടിയോ കുബൂസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചിക്കൻ കറി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.